തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് പരമാവധി അടുത്തിരിക്കാം. നമ്മൾ കുറച്ചു കാലം അടുത്തിരിക്കാതെ ഒന്നായി പോകാൻ തീരുമാനിച്ച ആളുകളായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞത് ശീലങ്ങൾ മാറ്റാൻ തയ്യാറാണ്. അപ്പൊ നല്ല ഭംഗിയുണ്ട് മജ്‌ലിസ് കാണാൻ. നമ്മുടെ എല്ലാ മജ്‌ലിസുകളും ഇങ്ങനെ ആവണം. അത് മീറ്റിങ്ങിന്റെ മജ്‌ലിസ് ആയാലും വന്നത് 10 ആളാണെങ്കിലും ആ 10 ആൾ അടുത്തടുത്തിരിക്കും. 10 ആളുണ്ട്, 20 കസേരയും ഉണ്ടെങ്കിൽ ഈ 2 കസേര ഗ്യാപ്പ് ഇട്ടിട്ടല്ല നമ്മൾ ഇരിക്കേണ്ടത്, അടുത്തടുത്തിരിക്കാം. എല്ലാ കാര്യത്തിലും അങ്ങനെ. നിസ്കാരത്തിൽ സഫുകൾ നേരെയാക്കാൻ ഓരോ വഖത്തിലും ഇമ്മത്ത് ഇന്നും മഅ്മൂമിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ സമാനമായ അർത്ഥമുള്ള മറ്റു പദങ്ങൾ ഇമ്മത്ത് ഓരോ വഖത്തിലും ആഹ്വാനം ചെയ്യുന്നത് ശരിക്ക് ഉസ്താദുമാര് ധാരാളം ഉണ്ട്. മസല ഞാൻ പറയേണ്ടതില്ല. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നിസ്കാരമല്ലാത്ത വേറൊന്നിലും ശുഗലാകാൻ പാടില്ല. അപ്പൊ നിസ്കാരത്തിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഇമാമിങ്ങള് സബ്ബു സുഫൂഫൊക്കെന്നോ അല്ലെങ്കിൽ സമാനമായതോ ആഹ്വാനം നൽകുന്നത് എന്തിനാ? അത്രയും വലിയ പ്രാധാന്യം അതിനുള്ളത് കൊണ്ടാണ്. അടുത്ത് നിൽക്കണം, കാലുകൾ പരസ്പരം തട്ടിയിട്ട് നിൽക്കണം, കാലുകൾക്കിടയിൽ വിടവുണ്ടാവാൻ പാടില്ല. അങ്ങനെ വിടവ് വന്നാൽ ആ വിടവിൽ നമ്മെ കൂടുതൽ വിടവുണ്ടാക്കാൻ നോക്കി നടക്കുന്ന ഒരു കക്ഷിയുണ്ട്, അദ്ദേഹം സ്ഥാനം പിടിക്കുന്നു. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സുഫ് അടുത്തടുത്ത് കാലുകൾ പരസ്പരം മുട്ടി നിൽക്കണം എന്ന് പറയും. നമ്മുടെ എല്ലാ മജ്‌ലിസും അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് എങ്ങനെയോ വന്നതാണ്. ഇപ്പൊ നമ്മള് നാട്ടില് ബസ് യാത്ര ചെയ്യുന്നു. ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൽ കയറിയപ്പോ കുറച്ചാളുകൾ ബസ്സിൽ നേരത്തെ ഉണ്ട്. നിങ്ങളിവിടെ ഞങ്ങള് ശരീക്കന്മാരാണ്. പിന്നെ നമ്മളെ ഒന്ന് ഇമാജിൻ ചെയ്യും. ബസ്സിൽ കയറിയപ്പോ കുറച്ച് സീറ്റിലൊക്കെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ആരും ഇരിക്കാത്ത ഒരു സീറ്റും ഉണ്ട്. അതായത് 2 ആൾക്കുള്ള ഒരു സീറ്റ്, അതിൽ ആരും. നമ്മൾ ഏത് സീറ്റിലായിരിക്കും ഇരിക്കുക? ഒന്ന് തുറന്ന് അഭിപ്രായം പറയണം. ഏത് ആളില്ലാത്ത സീറ്റിൽ ഇരിക്കാൻ എന്തൊരു സുഖമല്ല. ആരോടൊന്നും മിണ്ടും വേണ്ട, വളരെ സുഖമാണ്. ഇനി നമ്മൾ ഇരുന്നതിന് ശേഷം ഏതെങ്കിലും ഒരാൾ അടുത്ത് വന്ന് ഇരുന്നാലോ നമ്മൾ പറയാ സംഗതിക്ക് അവിടെ മറ്റൊരു തന്നെ വന്നിരുന്നു പറയില്ല. പക്ഷെ നമ്മളെ ദിമാഗിൽ അങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മളങ്ങനെ ശീലിച്ചു. ആ ശീലം പൂർണ്ണമായി മാറ്റണമെന്നാണ് ICF നമ്മുടെ കൂടെ വരുന്ന മുഴുവൻ സഹോദരന്മാരോടും ആവർത്തിച്ചു പറയുന്നത്. നമ്മൾ താഴ്ത്തിയിരിക്കുന്ന നമ്മുടെ തല ഒന്ന് ഉയർത്തണം. ഉയർത്തിയിട്ട് ചുറ്റുമൊന്ന് നോക്കണം. നമ്മളുടെ ഒരു നോട്ടം കൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷ കിട്ടാൻ സാധ്യതയുള്ള പലരും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ നോക്കാത്തതിന്റെ പേരിൽ അറിയാത്തതാണ് അവിടെ അപ്പുറത്തിരിക്കുന്ന ആരുടെ പ്രയാസം. അയാൾക്കൊന്നും ആവശ്യമില്ല, ഒന്നും കൊടുക്കണ്ട. അയാൾക്ക് എന്തോ മനസ്സിലൊരു വിഷമുണ്ട്. ആ വിഷമം ഒന്ന് ഇറക്കി വെക്കാൻ, അതൊന്ന് കേൾക്കാൻ ഒരാൾ കിട്ടിയാൽ മതി. നല്ല ഒരു കേൾവിക്കാരനാകാൻ സാധിച്ചത്. കേൾവിക്കാരനാവണമെങ്കിൽ അടുത്തൊരാൾ ഇരിക്കുന്നതെന്ന് കാണണമെങ്കിൽ നമ്മളൊന്ന് തല ഉയർത്തണം. തല ഉയർത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും ഒന്ന് നോക്കണം. അതിന് നമ്മൾ തയ്യാറാവണം. അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഇന്നത്തെ കാലത്ത് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് അതിന്റെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ICF ഈ ആരംഭിച്ച മെമ്പർഷിപ്പ് കാലയളവിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും. തല ഉയർത്തി നിൽക്കുക, അല്ലെ? തല ഉയർത്തി നിൽക്കുക. നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ഒട്ടകപ്പക്ഷിയെ പോലെ നാം നമ്മളിലേക്ക് സ്വയം തല താഴ്ത്തി ജീവിക്കുകയാണ്.
നമ്മുടെ ആ ഒരു അശ്രദ്ധ കൊണ്ട്, നമ്മളുടെ ഒരു അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ഒരു മനുഷ്യന് നമ്മിൽ നിന്ന് കിട്ടേണ്ട ഒരു ഹക്ക് കിട്ടാതെ പോയാൽ നമ്മൾ എത്ര സൂചിച്ച് ജീവിച്ചിട്ടും കാര്യമില്ല. റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയണം. അപ്പൊ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി ഹൃദയം തുറക്കാവുന്ന അത്രയും തുറക്കണം. നേരത്തെ മജീദ് ഉസ്താദ് ആമുഖത്തിൽ പറഞ്ഞു, ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സ്, അത് വലിയ ഒരു റിലാക്സാണ്. ഒന്നും വേണ്ട, നമ്മളിങ്ങനെ കുറച്ച് ആളുകൾ, സമാന മനസ്കരായ ആളുകൾ ഒന്ന് കൂടിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഖൈറായ വർത്തമാനങ്ങൾ പറയും, കുറച്ച് ദിക്റൊക്കെ ചെല്ലും, സ്വലാത്തൊക്കെ ചെല്ലും. കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ആളുകളൊന്ന് ദുആക്കും. ആ ദുആക്ക് നമ്മളൊന്ന് മനസ്സ് തുറന്ന് ആമീൻ പറയും. ഈ പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ തുരുത്തുകളാണ് നമ്മുടെ ഇത്തരം കൂടിച്ചേരലുകൾ. ഒരേ മനസ്സുള്ള, ഒരേ നിലപാടുള്ള, ഒരേ കാഴ്ചപ്പാടുള്ള കുറച്ചാളുകൾ ഒരു സ്ഥലത്ത് കൂടുന്നത് തന്നെ നേരത്തെ പറഞ്ഞ റിലാക്സിന് കാരണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാചകം കിതാബുകളിലൊക്കെ കാണാം, ലിഖാഉൽ ഇഖ്വാനി ജലാഉൽ അഹ്സാൻ. അദബുദ്ദീനി വദ്ദുനിയ എന്ന കിതാബിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. ലിഖാഉൽ ഇഖ്വാനി ജലാഉൽ അഹ്സാൻ, മനുഷ്യനുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, നേരത്തെ പറഞ്ഞ ടെൻഷൻ, ഹമ്മ്, അതില്ലാത്ത ഒരാളും ഇല്ലല്ലോ, അന്നുമില്ല ഇന്നുമില്ല. നേരത്തെ ഉണ്ടായതിനേക്കാൾ എത്രയോ മടങ്ങുകളാണ് ഇന്ന് നമ്മുടെയൊക്കെ ഹുസ്നുകളും ഹമ്മുകളും ഒക്കെ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു റിലാക്സ് കിട്ടാം. ജലാഉൽ അഹ്സാൻ, ഹുസ്നുകൾ മഞ്ഞുരുകുന്നത് പോലെ, സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിയില്ലാതെയാകാൻ ഏറ്റവും നല്ല ഒരു റെമഡിയാണ് ലിഖാഉൽ ഇഖ്വാൻ. ഒരേ നിലപാടും ഒരേ കാഴ്ചപ്പാടും സാഹോദര്യ ബന്ധവും ഒക്കെയുള്ള ആളുകൾ കൂടിയിരിക്കുക, കണ്ടുമുട്ടുക എന്നത്. ആ കണ്ടുമുട്ടിയതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്താല് നമുക്കത് വലിയ ആശ്വാസമാണ്. ഒരുപാട് സമയത്തേക്ക് നമുക്കത് വലിയ ഒരു ചാർജിങ് ആണ്, ഒരു എനർജിയാണ്. അത് മാത്രമേ ഇന്നത്തെ ഈ സംഗമത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, നമ്മൾ ഒന്ന് തല ഉയർത്തുക, തല ഉയർത്തിയിട്ട് ചുറ്റും നോക്കുക. ആ നോട്ടത്തിൽ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറെ കഥകൾ നമ്മുടെ ചുറ്റിലുള്ളവർക്ക് നമ്മളോട് പങ്കുവെക്കാനുണ്ടാവും. അതിൽ നമ്മുടെ രക്തബന്ധങ്ങളുണ്ടാകും, ജ്യേഷ്ഠാനുജന്മാരുണ്ടാകും, അയൽവാസികളുണ്ടാകും, നാട്ടിലെ മറ്റു ആളുകളുണ്ടാകും. ഇങ്ങനെ ഒരു ആത്മീയ കുടുംബത്തിലാകുമ്പോൾ ആത്മീയ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാരുണ്ടാകും ധാരാളം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി മനസ്സ് തുറക്കുക. ഒരു സുഹൃത്ത് വളരെ പ്രതീക്ഷയിൽ നമ്മളോട് മനസ്സ് തുറക്കുമ്പോൾ അതിപ്പോ പറ്റൂലാതെ പരമാവധി പറയാതിരിക്കുക. അയാളുടെ മുമ്പിൽ വിനീത വിധേയനായ നല്ലൊരു കേൾവിക്കാരനായി ഇരുന്നു കൊടുക്കും. അതുമാത്രം മതിയാകും. ഒരു വേള കൈവിട്ടു പോകുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചുപോയ ജീവിതത്തിലേക്ക് അയാൾക്ക് തിരിച്ചു വരും. അതോടൊപ്പം തന്നെ കുറെ ആളുകൾ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്ന് കൈവച്ചാൽ ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്ന ചില കേസുകളുണ്ടാവും. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നിങ്ങൾ ആ ലൈനില് ഒരാൾക്ക് കാല് വെച്ചു കൊടുത്തില്ലേ? ബംഗാളിയായ ബംഗ്ലാദേശുകാരനായ ഒരാൾ. വലിയ സംഖ്യ അതിന് ചെലവായിട്ടുണ്ട്. എത്ര? 25,000. സൈലുവിയുടെ ചെയ്തല് എത്ര? 25,000 ദിർഹംസ്. ഏതെങ്കിലും ഒരു സമ്പന്നനെ സമീപിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സംഭാവനയാണ്. ക്രൗഡ് ഫണ്ടിങ് ആണ്.
5 തന്നു, 10 തന്നു, 20 തന്നു, 1ഉം 2ഉം തന്നു. ചില സഭകളിലൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് സഹായിക്കണമെന്ന് പറയുമ്പോൾ കൈ നീട്ടുന്ന സമയത്ത് ചില സഹോദരന്മാര് 1ഉം 2ന്റെയും ഒക്കെ ആ കോയനുകൾ തരും. അവരെ പോക്കറ്റിലുള്ളതിൽ നിന്ന് ഏറ്റവും വലിയ ഒരു സംഭാവനയാണത് അവർ തരുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും പങ്കെടുത്തപ്പോ ജീവിതത്തിൽ നടക്കാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട ബംഗ്ലാദേശുകാരനായ ഒരാൾക്ക് അവർക്ക് നടക്കാൻ അവസരം ഉണ്ടാക്കാൻ സാധിച്ചു. അത് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം മാത്രം മതി അതിൽ പങ്കാളികളായ ആളുകൾക്ക് ആ അപരിചിതനായ ഒരു ചെറുപ്പക്കാരന്റെ സന്തോഷം നിറഞ്ഞ ഒരു മനസ്സ്. ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, ദ വേ ടു ബി ഹാപ്പി ഈസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കണോ, അതിന് ഏറ്റവും നല്ല ഒരു വഴി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക. അപ്പൊ അതിനേതും അറ്റം വരെയും നമുക്ക് പോകാൻ കഴിയണം. കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് 5000 ദിർഹംസിന്റെ കേസാണ്, അതില് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാലോചിക്കുന്നതിന് പകരം ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളിടത്തേക്ക് ഒരു വലിയ ഒരു മാറ്റം നമ്മുടെ മനസ്സിന് നമ്മൾ ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നിസ്കാരം മാത്രമാണ്, വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഹദീസുകളിൽ ഒരു സംഭവം കാണാം. അഷ്റഫുൽ ഖൽഖായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തു നിസ്കരിക്കാൻ. ആ സമയത്താണ് ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളോട് എനിക്കൊരു സങ്കടം പറയാനുണ്ടെന്ന് പറയുന്നു. ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ സ്വഫായി നിൽക്കുന്ന സ്വഹാബത്തിനെ അവിടെ നിർത്തിയിട്ട് ഈ സഹോദരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പള്ളിക്ക് പുറത്ത് വന്ന ഒരു നേതാവാണ് മുസ്തഫ റസൂലുള്ളാഹി. ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, നമ്മൾ പഠിച്ച ഫിഖ്ഹ് അതിന് യോജിക്കായികയുണ്ടാകാം, അത് ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണല്ലോ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ സ്വഫായി നിന്ന സഹാബത്തിനെ അവിടെ സ്റ്റില്ലാക്കിയിട്ട് പുറത്തിറക്കിയത്. ഇത് നമുക്ക് പ്രചോദനമാവണം, നമുക്ക് മോട്ടിവേഷൻ ആകണം. ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ പുസ്തകം. അത് നമ്മുടെ മുഖ്യമായ ഒരു ലക്ഷ്യമാണ്. നമുക്ക് സന്തോഷിക്കണം, അതിനേറ്റവും നല്ല ഒരു വഴിയാണ് നമ്മുടെ ചുറ്റിലുമുള്ളവരെ പരമാവധി സന്തോഷിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. വെറുതെ ഒന്ന് കേട്ടുകൊടുത്താൽ, സങ്കടം ഇരുന്ന് കേട്ടുകൊടുത്താൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടോ? അപൂർവമായ കേസിൽ ഇതേപോലെ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ സാമ്പത്തികമായി പരിഹരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ നമുക്ക് സാധിക്കും. എങ്ങനെയായാലും അതിന്റെ റിസൾട്ട് ഒന്നാണ്, നമ്മുടെ ആ കക്ഷിക്ക് സന്തോഷം കിട്ടുന്നു, ആ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷമുണ്ട്. അല്ലാഹു നമുക്കൊക്കെ 2 ലോകത്തും സന്തോഷം നൽകുമാറാകട്ടെ. അപ്പോ ഈ ഒരു സന്ദേശമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ കുറഞ്ഞ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പൊ ഈ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ പരമാവധി ഇത്തരം കൂട്ടായ്മയിൽ നമ്മൾ സജീവമായി ഉണ്ടാവും. അതാണ് വേണ്ടത്. ഇന്ന സ്ഥലത്ത് നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നറിഞ്ഞാൽ അത് വ്യക്തിപരമായി നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളും പങ്കെടുക്കേണ്ടതാണെങ്കിൽ അന്വേഷിച്ചറിഞ്ഞെത്തിപ്പെടുക. ഞാൻ ചെറിയൊരു ചരിത്രം ബറക്കത്തിന് പറയാം. അഷ്റഫുൽ ഖൽഖ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച ഒരു മഹാൻ, പക്ഷെ മദീനയിൽ വന്ന് കാണാത്തത് കൊണ്ട് സ്വഹാബിയല്ല. സ്വഹാബി ആയിട്ടില്ല. സ്വഹാബി ആയിട്ടില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അതിപ്രമുഖരായ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള തന്റെ കൂട്ടുകാരോട് ഇന്ന സ്ഥലത്തുള്ള ഇന്നാലിന്റെ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് എന്റെ സലാം പറയണം
എന്റെ സലാം നിങ്ങൾ അദ്ദേഹത്തോട് പറയണം. നിങ്ങൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കുകയും വേണമെന്ന് മഹാനായ സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ് സ്വഹാബത്തിന്. വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ വലിയ ഹൃദയം തൊടുന്ന ചരിത്രങ്ങൾ നമുക്കൊക്കെ അറിയാം. ഞാൻ അതിലേക്കൊന്നും കടന്നു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ ഹജ്ജിന്റെ സമയത്തും ഓരോ ടെന്റുകൾ അന്വേഷിക്കും. ഹാജിമാരായി വന്നവരുടെ ടെന്റുകൾ യമനിൽ നിന്ന് വന്നവരാണെങ്കിൽ അവിടെ കയറിയിട്ട് അന്വേഷിക്കുന്നു. ഇന്ന ഒരാൾ, ഇന്ന വിശേഷണങ്ങളൊക്കെ ഉള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ. അത്ര വലിയ മഹാനാണ്. അവസാന മഹാനവറുകളെ ഒരു വർഷം ഹജ്ജിന് കണ്ടെത്തി ദ്വാരിപ്പിച്ചു. വലിയ വൈകാരികമായ സാഹചര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഇത്രമാത്രം കൊല്ലങ്ങളോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ മാത്രം ഇയാള് മഹാനാണോ എന്ന് തിരിച്ചറിഞ്ഞ സ്വന്തം നാട്ടുകാർക്ക് പോലും അറിയാതെ കഴിഞ്ഞിരുന്ന മഹാൻ പിന്നെ നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയി അപ്രത്യക്ഷനായി എന്നാണ്. കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ആരും അറിയാതെ റബ്ബുമായി മാത്രമുള്ള ഇടപാടുകളിൽ ജീവിച്ചു മരിക്കുക എന്ന തീരുമാനമെടുത്ത സാഹിദായതുകൊണ്ട് പിന്നെ ആളുകളൊക്കെ അറിഞ്ഞു എന്ന് തോന്നിയപ്പോ സ്വാഭാവികമായും അതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് പിന്നെ എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് കുറെ കാലം ആരും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാലും പലരും പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു. ആ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ വലിയ ഒരു അന്വേഷകനായി ഒരുപാട് ഊര് ചുറ്റിയ, നാട് ചുറ്റിയ ഒരു മഹാനായിരുന്നു വഹാബിമാരിൽ ചെറുപ്പക്കാരനായിരുന്ന സയ്യിദുന ഹരിം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു. കുറേ സ്ഥലത്ത് നടന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും കുറച്ചു മുമ്പോടെ ആരൊക്കെയോ കണ്ടിരുന്നു, പിന്നെ കാണുന്നില്ല. പിന്നെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് അറിയുന്നു. അവിടെ പോകുന്നു. അവിടെ എത്തിയപ്പോ അവിടെയും നാലാൾ അറിയാൻ തുടങ്ങിയപ്പോ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവസാനം ആരോ പറഞ്ഞു ഇറാഖിലുണ്ട്, ബഗ്ദാദിലുണ്ട്. അങ്ങനെ ബഗ്ദാദും അതിന്റെ പരിസരങ്ങളും ഒക്കെ തടഞ്ഞു, അന്വേഷിച്ചു. എവിടെയും കാണുന്നില്ല. അവസാനം ആരോ പറഞ്ഞു തൊട്ടടുത്ത് അദ്ദേഹത്തെ ദിജ്ല നദിയുടെ അല്ലെങ്കിൽ ടൈഗ്രീസ് നദിയുടെ പരിസരത്ത് ആരോ കണ്ടതായി പറയുന്നു. അങ്ങോട്ട് പോയി. ഒരാളെ ജീവിതത്തിൽ ഒന്ന് കണ്ടെത്തിയിട്ടൊന്ന് ദ്വാരിപ്പിക്കാനാണ് ഈ ത്യാഗം. അവസാനം പോയി ദിജ്ല നദിയുടെ തീരത്തെത്തിയപ്പോ ഏകദേശം ഈ വിശേഷണങ്ങളൊക്കെ ഒത്തവരാണ്. തന്റെ കുപ്പായം അലക്കുകയാണ്. കുളിക്കുന്നു, അലക്കുന്നു, ഉളു എടുക്കും. കണ്ടുമുട്ടി, സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ സലാം മടക്കുമ്പോ ഈ വന്ന സ്വഹാബിയുടെ പേരും ബാപ്പാന്റെ പേരും തിരിച്ചു പറയാം. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഹരിം ഇബ്നു ഹയ്യാൻ. അപ്പൊ ചോദിച്ചു, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ പരിചയമില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ കൃത്യമായി എന്റെയും എന്റെ ഉപ്പാന്റെയും പേര് പറഞ്ഞു? മാനവറുകൾ മറുപടി പറഞ്ഞു, ഖബീറും അലീമുമായ അല്ലാഹു തന്ന വിവരം. അവര് ആ ഒരു ലെവലിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്തായാലും കുറച്ചൊക്കെ സംസാരിച്ചു. കൂടുതൽ സംസാരിക്കാനും കാര്യങ്ങൾക്കും ഒന്നും അവസരം കൊടുത്തില്ല. കാരണം അവരുടെ ജീവിത രീതി അങ്ങനെ. കുറെ ദ്വാരിപ്പിച്ചു. ആ ദ്വാരന്ന് കൊടുത്തതൊക്കെ ചരിത്രത്തിൽ കാണാം. മാഷാ അല്ലാഹ്. അവസാനം അങ്ങോട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയിക്കോ, ഇവിടെ നമ്മൾ പിരിയുകയാണ്. ഇനി എന്നെ അന്വേഷിച്ച് നിങ്ങൾ ഒരിക്കലും ഇവിടെയോ എവിടെയോ വരാൻ പാടില്ല, എവിടെയും വരാൻ പാടില്ല. ഇവിടെ നമ്മൾ പിരിയുകയാണ്. എന്നിട്ട് മഹാനായ ഹരിം റളിയല്ലാഹു അൻഹു പറയാം, അത് പറഞ്ഞെനിക്ക് വസിയത്തും തന്നു. ആ വസിയത്ത് തന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു. അങ്ങനെ നടന്ന് തെരുവുകളിൽ എന്റെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഒരേ നിൽപ്പ് നിന്ന് ഞാൻ ആ മഹാനെ നോക്കി നിന്ന് ആസ്വദിച്ചു. ഒരു കിതാബിൽ ആ സംഭവം അങ്ങനെ വായിച്ചപ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു. മഹാത്മാക്കളായ ആളുകളോട് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ട ഒരു അറ്റാച്ച്മെന്റ്, പിരിയുന്നതിന് മുമ്പ് കൊടുത്ത ഉപദേശത്തിൽ ഒന്ന്,
നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന സ്വാലിഹീങ്ങളെ നിങ്ങൾ വെറുതെ വിടരുത്, അവരുമായി ബന്ധം സ്ഥാപിക്കണം. ഒന്നാമത്തെ ഉപദേശം, സ്വാലിഹീങ്ങളായി അറിയപ്പെടുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കണം. വളരെ വിശദീകരിക്കേണ്ട ഒരു ഉപദേശം. രണ്ടാമത് പറഞ്ഞത് അലൈക ബിജമാഅത്തിൽ മുസ്ലിമീൻ, അലൈക ബിജമാഅത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ കൂടുന്ന ജമാഅത്തുകളുണ്ട്. നിസ്കാരത്തിലെ ജമാഅത്തല്ല പറഞ്ഞത്, ഇതേപോലെയുള്ള ജമാഅത്താണ്. ആ ജമാഅത്തിൽ നീ നിർബന്ധമായി അണിനിരക്കണം. ആരാ ഉപദേശം കൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തെത്തി ഇവിടെ താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ കാണാനും ദ്വാരപ്പിക്കാനും വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് കൂടുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തി, തന്നെ കാണാൻ വന്ന സ്വഹാബിയാകുന്ന മർത്തബയിലുള്ള ഒരാളോട് കൊടുക്കുന്ന ഉപദേശം, എന്നെ നിങ്ങൾ നോക്കണ്ട, അലൈക ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ ഉണ്ടാകണം. വലാ തുഫാരിഖ്ഹ, ആ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കരുത്. ജമാഅത്തിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങളെ ശൈത്താൻ അപഹരിക്കും. ശൈത്താൻ അപഹരിച്ചാൽ നിങ്ങളുടെ ഈമാൻ കുറേശ്ശെ കുറയും. ആ ഈമാൻ കുറഞ്ഞ് അതിന് തിളക്കമില്ലാതെയായാൽ നിങ്ങൾ സ്വർഗം നിഷേധിക്കപ്പെടുന്ന ആളാവും. അതുകൊണ്ട് അലൈക ബിൽ ജമാഅ, ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു ആ ദിജ്ല നദിയുടെ സമീപത്ത് നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ഈ ഒരു വസിയ്യത്ത് ഞാൻ എൻ്റെ നഫ്സിനോട്, എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയുമാണ്. ഇങ്ങനെ ഒരു ജമാഅത്തിന്റെ കൂടെ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിച്ചിട്ടല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാട് അങ്ങനെ. ഞാൻ അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം പറയാം. 2 വർഷം മുമ്പ് ദുബായിൽ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത ചെങ്ങരോത്ത് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ജമാൽ ഹാജി മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമാക്കി. ദുബായിലെ ഖിസൈസ് സ്വനാപൂരിലെ മഖബറയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളും. ഒരുപക്ഷെ അവിടെയുള്ള ഖബറുകളിൽ ഏറ്റവും കൂടുതൽ സിയാറത്ത് നടക്കുന്ന ഒരു ഖബറായിരിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ അവിടെ പോയി സിയാറത്ത് ചെയ്യും. അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിന് കൊണ്ടുവന്നത് ഈ മഖബറയോട് ചേർന്നുള്ള വലിയ ഒരു പള്ളിയിലാണ്. ചില നിയമപരമായ വിഷയങ്ങൾ കാരണം ഉദ്ദേശിച്ച സമയത്ത് ജനാസ വിട്ടുകിട്ടിയില്ല. ജനാസ വിട്ടുകിട്ടിയിട്ട് കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ പള്ളിയിലെത്തുമ്പോൾ ഏകദേശം രാത്രി 11 മണിയായി. ആ 11 മണിക്കും ആ മഖബറയോട് ചേർന്നുള്ള വിശാലമായ പള്ളിയിൽ നിറയെ ആളുകളുണ്ടായി. തലയിൽ തൊപ്പി വെച്ച മിക്ക ആളുകളും താടി വെച്ച വലിയ ഒരു സമൂഹം ഈ ജമാൽ ഹാജിയുടെ ജനാസ നിസ്കരിക്കാൻ കാത്തിരിപ്പുണ്ടായിരുന്നു. വെറുതെ ഇരിക്കല്ല, ഖുർആൻ ഓതിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ജനാസ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചു വന്നവരിൽ നല്ലൊരു ശതമാനവും ജമാൽ ഹാജിയെ ജീവിതത്തിൽ നേരിട്ട് കാണാത്തവരാണ്. കാരണം സംഘടനാപരമായി പറയുമ്പോൾ അദ്ദേഹം ദുബായിക്ക് പുറത്തുള്ള ഒരു ഘടകത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിരിക്കാൻ സാധ്യതയുള്ളവർ ദുബായ് പരിസരത്തുള്ളവർ മാത്രമാണ്. നിങ്ങളുടെ അലായിനിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. അവരുൾപ്പെടെ പലരും അദ്ദേഹത്തെ കാണാത്തവർ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഇത്തരം ഒരാളുടെ ജനാസ നിസ്കാരത്തിൽ എനിക്കും പങ്കെടുക്കണമെന്ന് 100 കണക്കായ മുഅ്മിനീങ്ങളുടെ ഉള്ളിലൊരു ഉൾവിളി. ആ ഉൾവിളി ഉണ്ടായതും ആ നിസ്കാരവും ഖുർആനോത്തും ദുആവും ഒക്കെ ആ ജമാൽ ഹാജിക്ക് അന്നും ഇന്നും കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും
അലൈക ബിൽ ജമാഅ എന്ന് ഉവൈസ് റളിയല്ലാഹു അൻഹു ഹരീം റളിയല്ലാഹുവിന്റെ പേര് കൊടുത്ത ഉപദേശം അത് ജീവിതത്തിൽ നടപ്പായതുകൊണ്ടാണ്. അതൊക്കെയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് പ്രതീക്ഷ. എന്തുണ്ട് നമുക്ക് പ്രതീക്ഷ? അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണമോ നമുക്ക്? ഈ മഹത്തായ പ്രസ്ഥാനം ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നാണ് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. അത് സന്തോഷം കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. ഇവിടെയും കിട്ടും സന്തോഷം, നാളെ മരണശേഷവും സന്തോഷം കിട്ടും. ആ സന്തോഷം കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഓരോ പ്രദേശത്തും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കണ്ണികൾ ഉണ്ടാകും. നാട്ടിലായാലും ഗൾഫ് രാജ്യങ്ങളിലായാലും ഇത്രമാത്രം വേരോട്ടം, കുഗ്രാമങ്ങളിൽ വരെ വേരോട്ടമുള്ള ഗ്രാസ് റൂട്ടിൽ എന്ന് നമ്മൾ പറയും. അത്രമാത്രം വേരോട്ടമുള്ള ഒരു കൂട്ടായ്മ വേറെ ഒരു കൂട്ടായ്മയും. ഒരുപക്ഷെ ഒരു പൊതുസമ്മേളനം വിളിച്ചാൽ നമ്മളതിനേക്കാളെ കൂടുതൽ ആളുകൾ കൂടുന്ന കൂട്ടായ്മകൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെപ്പോലെ ഓരോ പോക്കറ്റുകളിലും ഇങ്ങനെ ഒരു കൂട്ടായ്മയുള്ള ഒരു സമൂഹം വേറെ നാട്ടിലുമില്ല, എവിടെയുമില്ല. അതിമഹത്തായ ഒരു കൂട്ടായ്മയാണ് നമ്മളൊക്കെ ഇപ്പോ ഈ ചേർന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു കൂട്ടായ്മയിൽ കൂടുമ്പോൾ മാറി നിൽക്കാൻ നമുക്ക് കാരണങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ കൂടി നിൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണത്തിൽ പിടിച്ചുകൊണ്ട് നമ്മൾ കൂടി നിൽക്കുക. ആ കൂടി നിൽക്കുന്നതിന്റെ വളരെ വലിയ ഗുണങ്ങൾ നമ്മുടെ ഈ ജീവിതകാലത്തിൽ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്നും ഇങ്ങനെയൊക്കെ കൂടിയിരിക്കാം, ഒന്ന് റിലാക്സ് ആവുക. ഈ കൂടിയിരുത്തം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഈ ഇരിക്കുന്ന ഉസ്താദുമാരും അതേപോലെ സ്വാലിഹീങ്ങളായ ആളുകളുമൊക്കെ ഒന്ന് ദുആ ചെയ്ത് കിട്ടിയാൽ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയും ആശ്വാസവും കിട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. അതിൽ ചിലരുടേത് മാത്രമാണ് അവർ പറഞ്ഞിട്ടോ അല്ലാതെയോ നമ്മൾ അറിയുന്നത്, അവരുടെ മനസ്സിന്റെ വേദന അറിയുന്നത്. പറയാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കാത്തതിന്റെ പേരിലോ വിഷമങ്ങൾ അറിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഈ സദസ്സിലും നമ്മുടെ ഈ കൂട്ടായ്മയിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ബദരീങ്ങളെ ഹഖ് കൊണ്ട് റാഹത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്തുണ്ട്. നാളെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു വിഷയത്തിൽ ഒരു ടെസ്റ്റ് നടക്കേണ്ടതുണ്ട്, ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. ആ പരിശോധന കഴിയുമ്പോൾ അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന എന്തൊക്കെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടോ അതിന്റെ എല്ലാം ഒരു അറുതി അല്ലാഹു ബദരീങ്ങളെ കൊണ്ട് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ശരീരത്തിൽ അങ്ങനെയാണല്ലോ എന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ട ചെറിയൊരു അടയാളം ഒന്ന് പരിശോധിക്കാൻ പോകുന്നു. പരിശോധിച്ച് കുറെ അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിലോ ഉള്ളിലോ പുറത്തോ പ്രതീക്ഷിക്കാത്ത അപകടകരമായ ചിലത് കണ്ടെത്തേണ്ടി വരുന്നു. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ സാഹചര്യമുള്ളത്? അള്ളാഹു എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് റാഹത്ത് നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സും ശരീരവും ക്ഷീണിപ്പിക്കുന്നതിന് പകരം ഒഴിവു സമയങ്ങളൊക്കെ പരമാവധി നമ്മുടെ ഇത്തരം കൂട്ടായ്മകളുടെ കൂടെ ചെലവഴിച്ച് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളായി തന്നെ ഇല്ലാതെയാക്കാൻ നമ്മൾ വഴികൾ തേടണമെന്നാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രദേശത്ത് ICF-ന്റെ യൂണിറ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടല്ലോ അല്ലെ? എല്ലാവരുടെയും ആരുടെയെങ്കിലും പ്രദേശത്ത് ICF-ന്റെ യൂണിറ്റ് ചെറുതെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ. എല്ലായിടത്തും യൂണിറ്റ് ഉണ്ട് അല്ലെ?
നിലവിൽ എല്ലായിടത്തും യൂണിറ്റ് ഉള്ളത് തന്നെ, മാഷാ അല്ലാഹ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു വസിയത്ത് ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയത്, ഞാനിപ്പോ ഏകദേശം 20-22 വർഷമായി ഈ പ്രവാസത്തിൽ. ഏകദേശം അനൈനില് വരാനും ബന്ധപ്പെടാനും തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 10-18 വർഷമായി. അങ്ങനെ ക്ലാസ്സിലും അതേപോലെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വരാം. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു മനസ്സ് തുറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരും നേതാക്കളും അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന നിങ്ങളും അതിന് ഏത് സെൻസിലാണ് കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്ന് എനിക്കറിയില്ല. വളരെ അടുത്തായി റീസെന്റില് അലൈനിൽ, അതിന് തൊട്ടു മുമ്പ് നമുക്ക് പ്രാസ്ഥാനികമായി ഉണ്ടായിരുന്ന ഒരു ചടുലത അല്ലെങ്കിൽ ഒരു വേഗത ഇപ്പൊ കുറച്ചു കാലമായി കാണുന്നില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അലൈനിൽ നേരത്തെ അപേക്ഷിച്ച് ധാരാളം മാൻ പവർ കൂടിയിട്ടുണ്ട്. ഇത്രയൊന്നും ആളില്ലായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. പുറത്തിറങ്ങിയിട്ട് ഒരാളോട് ICF എന്ന് പറയുമ്പോൾ എന്താണ് ICF എന്ന് ധാരാളമായി തിരിച്ച് ചോദ്യങ്ങൾ വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ICF എന്താണെന്ന് ഒരാൾക്കും വിശദീകരിക്കേണ്ടതില്ല. ഞാൻ ചെറിയ വളരെ അടുത്ത ഒരു ഉദാഹരണം പറയാം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഡിസംബർ 2 ഈ രാജ്യത്തിന്റെ 53ാം ദേശീയ ദിനം ഈദുൽ ഇത്തിഹാദ് നമ്മളൊക്കെ ആഘോഷിച്ചു. നമ്മുടെ ഈ കൂടലും ആ ആഘോഷത്തിന്റെ ഭാഗം. അത് പറയുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട 1-2 വാക്കുകൾ പറയുകയാണ്. നമ്മളാക്കിയത്, നമ്മുടെ നാടിനെ ഇന്ന് കാണുന്ന നാടാക്കിയത്, വലിയ പങ്ക് വഹിച്ചത് ഈ മണ്ണാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനോട്, പെറ്റുവളർന്ന നാടിനോട് നമുക്കുള്ളതുപോലെ തന്നെ ഒരു കൂറും കടപ്പാടും നന്ദിയും ഈ മണ്ണിനോടും നമുക്കുണ്ടാകണം. ഈ രാജ്യത്തെ ഭരണാധികാരികളോടും ഭരണ സംവിധാനത്തോടും നമുക്കുണ്ടാകണം. ഈ രാജ്യത്തെ ജനങ്ങളോട് നമുക്കുണ്ടാകണം. ആ ഭരണാധികാരികളുടെയും സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെയും വിശാല മനസ്സൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും സുരക്ഷിതമായി ഈ രാജ്യത്ത് അധിവസിക്കുന്നത്. ഈ കാണുന്ന എല്ലാം നമുക്ക് തന്നത് ഈ രാജ്യമാണ്, തന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യം. എല്ലാം വേറൊന്നും ആലോചിക്കണ്ട. നമ്മളൊക്കെ നാട്ടിൽ പോയിട്ട് 1 മാസം ലീവിന് പോയി തിരിച്ചു വരുമ്പോ ഈ കാണുന്ന ഈ പോകുന്ന സമയത്തുള്ള ഫിഗർ ആവില്ല ഞാൻ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, അല്ലെ? മൊത്തം കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവില്ലേ, അല്ലേ? എന്താ മൂടാനൊരു മടി ഉള്ളതാണെങ്കിലും ആണ് പറയും, നല്ല പറയുന്ന നമുക്ക് ഒരു ആവേശം ഉണ്ടാവും. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന കാലത്ത് എനിക്കൊരു സുഹൃത്ത് പാകിസ്ഥാനിണ്ടായിരുന്നു. നല്ല ഗ്ലാമറുള്ള കാര്യം. 1.5 മാസം നാട്ടിൽ നിന്ന് വന്നപ്പോ അവനാകെ കളറ് മാറി, ആകെ കരി പിടിച്ചു വരുന്നുണ്ട്. ക്യാ പോകയാ വൈകി എന്താ വെച്ചാൽ നിറം മാറിയത്. അപ്പോ പറയാണ് ഏറ്റവും മേരി അസുലി റംഗെ. ഇന്നലെ മിഞ്ഞാന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമൊക്കെ നീ കണ്ടത് ഈ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ റംഗ കളറാ. ഇപ്പൊ ഈ കാണുന്നതാണ് എന്റെ ഒറിജിനൽ കളറ്. അതല്ലേ നമ്മുടെ ഈ ഗ്ലാമർ വരെ നമുക്ക് ഈ മണ്ണിന്ന് കിട്ടിയതാണ്. അതുകൊണ്ടാണ് എത്ര ഉന്തി തള്ളിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞയച്ചാലും നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂലെങ്കിൽ ഒമാൻ വഴിയെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് ആലോചിക്കുന്നത്. വെറുതെ മസലോട് ചിരിക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒന്നും ഏൽപ്പിച്ച വിഷയമല്ല. എനിക്ക് പല നാളെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പൊ ഈ രാജ്യത്തോട് നമുക്ക് കൂറ് വേണം. ആ കൂറിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിന് നമ്മൾ ഉപകാരം. അപ്പൊ ഈ രാജ്യത്തോട് നമുക്ക് കൂറ് വേണം. കഴിഞ്ഞ തിങ്കളാഴ്ച ദുബായിൽ വലിയ ഒരു റാലി നടന്നു. നമ്മുടെ പ്രസ്ഥാനം നടത്തിയ വലിയ ഒരു റാലി. ദുബായിലെ നേരയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് നടത്തിയ ഒരു റാലി. വളരെ ഭംഗിയായി മാനേജ് ചെയ്ത ഒരു റാലി, നാഷണൽ ഡേയുടെ റാലി. ആ റാലി അതിന് നേതൃത്വം നൽകിയത് പ്രധാനപ്പെട്ട അതിന്റെ സംഘാടനത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരാൾ, അതിന്റെ കൺവീനറായിരുന്ന ഇസ്മായിൽ കക്കാട്, ന്യൂ ദുബായ് സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. റാലിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സമീപിച്ചു. മലയാളിയാണ്, മുസ്ലിമാണ്. അദ്ദേഹം ഈ ഇസ്മായിലിനോട് പറഞ്ഞു, ഞാൻ ഇതിന്റെ പരിസരത്ത് താമസിക്കുന്നയാളാണ്. അദ്ദേഹം നേരെ ചോദിക്കാൻ,
നിങ്ങൾ ICF എനിക്ക് മെമ്പർഷിപ്പ് തരും. ഇപ്പോൾ റീസെന്റ്ലി കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഒരു സംഭവം, നിങ്ങൾ ICF എനിക്ക് മെമ്പർഷിപ്പ് തരൂ. ഞാൻ നിലവിൽ ഒരു സംഘടനയിലും ആളല്ല, മെമ്പർഷിപ്പിൽ. പക്ഷെ ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഇത് നമുക്കൊക്കെ കൂടാൻ പറ്റിയ ഒരു കൂട്ടമാണ്, ഒരു ജമാഅത്താണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളെ മെമ്പർഷിപ്പ് തരുമെന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടായ പ്രളയകാലത്തും മറ്റുമൊക്കെ ധാരാളം ആളുകൾ, ഷാർജയിലോ മറ്റോ ഉള്ള ഒരു മധു എന്ന് പറയുന്ന തെക്കൻ ജില്ലക്കാരനായ ഒരാൾ മധു എനിക്ക് ICF മെമ്പർഷിപ്പ് വേണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യക്കാരിയായ ഒരു സ്കൂൾ ടീച്ചർ, ഒരു സഹോദരി നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവ് കണ്ടിട്ട്, സേവന സന്നദ്ധത കണ്ടിട്ട് അവരും മെമ്പർഷിപ്പ് ചോദിച്ചു. ഞാൻ പറയുന്നത്, നമ്മൾ അറിയാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത ധാരാളം ആളുകൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ICF അറിയാം. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ആ വൃത്തത്തിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ തയ്യാറായാൽ ആ ഒരു വലിയ ശ്രമത്തിന്, ദൗത്യത്തിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രദേശത്ത് ഒന്ന് രംഗത്തിറങ്ങിയാൽ തീർച്ചയായും നമ്മൾ പ്രവാസം വിട്ടാലും ദുനിയാവ് വിട്ടാലും, നേരത്തെ ഞാൻ ജമാൽ ഹാജിയെ കൊണ്ട് പറഞ്ഞതുപോലെ, ഒരുപാട് മുഅ്മിനീങ്ങളുടെ മനസ്സിലും നാവിലും നമ്മളുടെ ഒരു ദിക്റ, ഒരു സ്മരണ നിലനിൽക്കും. അത് തന്നെയാണ് ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും. അല്ലാതെ നമ്മളിവിടെ ജീവിച്ച് കുറെ കൊല്ലം ജീവിച്ച് മരിച്ചുപോയി ആരും നമ്മളെ കുറിച്ച് അറിയാനില്ലെങ്കിൽ പിന്നെ ആ ജീവിതത്തിന് എന്തർത്ഥമാണ് ഉപയോഗപ്പെട്ടത്? അതുകൊണ്ട് തന്നെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കണം, ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തല ഉയർത്തണം, ചുറ്റും നോക്കണം, ഒന്ന് പുറത്തിറങ്ങണം. വൈകുന്നേരങ്ങളിലോ മറ്റോ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് തൊട്ടടുത്ത സ്ട്രീറ്റുകളിലൂടെ നടക്കണം. ആ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവശരായ ഒരാളെ കണ്ടെത്തിയേക്കാം. ആ കണ്ടെത്തിയ ആളോട് എന്താണ് അദ്ദേഹത്തിന്റെ വിഷയമെന്ന് അന്വേഷിക്കണം. അതന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അദ്ദേഹത്തെ കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന സമയത്ത്, അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ വിഷമങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. അതാണ് നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ലിഖാഉൽ ഇഖ്വാനി ജനാഉൽ അഹ്സാബ്. നമ്മൾ നമ്മളുടേത് മറക്കുന്നു, മറ്റുള്ളവരുടേത് കേൾക്കുമ്പോൾ. അത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും, അയാളുടേത് കേട്ടപ്പോൾ ഒന്നുമല്ല. എത്രയോ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒന്നുമല്ലാതെയാകാൻ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ സജീവത. ആ സജീവതയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹയാത്തിലുള്ള നമ്മുടെ നേതാക്കൾ മുഴുവനും. അവരുടെ അത്യാവശ്യമായ ജോലിയോ അധ്യാപനങ്ങളോ മറ്റ് സേവനങ്ങളോ കുടുംബപരമായ വിഷയങ്ങളോ അതൊക്കെ ഉണ്ടായിട്ടും അതിൽ വീഴ്ച വരുത്താതെ തന്നെ ഒഴിവ് സമയം ഉണ്ടാക്കിയിട്ട് ഈ മഹത്തായ ജമാഅത്തിന്റെ കൂടെ അവർ കൂടിയത്. ഞാൻ സാധാരണ ഇത്തരം വേദികളിലൊക്കെ പറയാറുണ്ട്, നമുക്കിന്നും അഭിമാനം നമുക്ക് ഉയർത്തിത്തന്ന, ഇസ്സത്ത് ഉയർത്തിത്തന്ന, നെഞ്ച് വിരിച്ച് ആരുടെ മുമ്പിലും ഞാനൊരു സുന്നിയാണെന്ന് പറയാൻ അങ്ങനെ ഒരു ത്രാണിയും തന്റെ ഇടവും ഉണ്ടാക്കി തന്ന ഏറ്റവും വലിയ നേതാവാണ് നമ്മുടെ ആദരണീയരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റളിയല്ലാഹു ബർക്കതുഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ദർസിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരായിരുന്നു അവര്. നല്ല ആ തലമുറയിലെ എല്ലാ ആലിമീങ്ങളും ദർസ് മുടക്കുന്ന ഒരു പരിപാടിക്കും അവരെ കിട്ടൂലായിരുന്നു. പക്ഷെ അത്രയും ദർസിന്റെ വിഷയത്തിൽ കണിശതയുള്ള താജുൽ ഉലമ 80 വയസ്സ് കഴിഞ്ഞാലും ഉള്ളാളത്ത് നിന്ന് ട്രെയിൻ വഴിയോ കാറിലോ കോഴിക്കോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മണിക്കൂറുകൾ, 1-2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന മീറ്റിങ്ങിന് ത്യാഗം സഹിക്കുന്നു. ഒരു 3-3.5 മണിക്കൂർ എന്തായാലും ഉള്ളാളത്ത് നിന്ന് നല്ല സ്പീഡ് എക്സ്പ്രസ് ട്രെയിനിൽ വന്നാൽ കോഴിക്കോട് എത്താൻ വേണം. തിരിച്ച് പിന്നെയും അത്ര അങ്ങോട്ട് പോകണം. മീറ്റിംഗ് ആകണ്ടാവുക 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ സമയത്തെ മീറ്റിങ്ങിന് 80 വയസ്സ് കഴിഞ്ഞ താജുൽ ഉലമ മുടങ്ങാതെ വന്ന് അധ്യക്ഷത വഹിച്ച് തീരുമാനങ്ങളിൽ ഇടപെട്ടുകൊണ്ട്
അവസാനം മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു പോയത് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ നമ്മൾക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മളടുത്തെത്തുമ്പോ ആ താജുൽ ഉലമയെ കണ്ട് ശീലിച്ച വളർന്ന നമ്മുടെ അടുത്തെത്തുമ്പോൾ മാത്രം പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ അപ്പുറത്ത് നടക്കുന്ന ഈ ഒരു ജമാഅത്തിന്റെ ഒരു മീറ്റിംഗിൽ പോകുന്നത് നമുക്ക് അരോചകമാകുന്നത്? ആ അരോചകം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചത് ആരാണ്? ഉദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ആദരണീയനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ അല്ലാഹു തആല ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘായുസ്സോടെ ഒരു ശരാശരി മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ എന്നോ വിശ്രമ ജീവിതം തുടങ്ങേണ്ടവരാണ് ആദരണീയരായ ശൈഖുനാ സുൽത്താനുൽ. നിങ്ങൾ അലൈനിൽ ഒന്നില്ല, അലൈനിൽ ഒന്ന് പോയിട്ട് ഇപ്പൊ എത്ര മാസമായി? 1.5-2 മാസം ആവുന്നേ ഉള്ളൂ അല്ലെ? ഈ അലൈനിന്ന് പോയിട്ട് UAE അന്ന് മൊത്തം 8-9 ദിവസം നിന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് ഈ 10 ദിവസത്തെ യാത്ര, അതിന്റെ ഇവിടെയുള്ള ഇന്റേണൽ യാത്ര, അതിന്റെയൊക്കെ ക്ഷീണം മാറാൻ ഉസ്താദ് നാട്ടിൽ എത്ര ദിവസം വിശ്രമിച്ചിട്ടുണ്ട്? എത്ര ദിവസം വിശ്രമിച്ചിട്ടുണ്ട്? ഉണ്ടോ? ഈ ഒരൊറ്റ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഉസ്താദ് എവിടെയൊക്കെ യാത്ര ചെയ്തു? ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. ഈ ഒരു കഴിഞ്ഞ മാസത്തിനുള്ളിൽ എവിടെയൊക്കെ യാത്ര ചെയ്തു? ബഹ്റൈനിൽ പോയി, കുവൈറ്റിൽ പോയി, മലേഷ്യയിൽ പോയി. ഇപ്പൊ ഇക്കഴിഞ്ഞ ആഴ്ച എവിടെ പോയി? ബഗ്ദാദിലേക്ക് പോയി. കേരളത്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് എത്ര മണിക്കൂർ ഓടണം? നമ്മൾ അലയിൽ നിന്നോ ദുബായിൽ നിന്നോ കോഴിക്കോട്ടേക്ക് ഒരു 3.25 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേക്ക് നമ്മൾ എത്ര അവസരമായിട്ടുണ്ടാവും? എന്നാൽ 80 പിന്നിട്ട് ആദരണീയരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ആ ഉസ്താദ് മാത്രം മതി നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് മോട്ടിവേഷൻ, നമുക്ക് റീചാർജ് കിട്ടാൻ. അത് മാത്രം ആലോചിച്ചാൽ മതി. അലൈൻ ഉൾപ്പെടെ UAE ആ പ്രാവശ്യം വന്നത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടക്കായിരുന്നു. അങ്ങനെ ഒരു ആവശ്യം ഉസ്താദിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സമയത്ത് ഉസ്താദിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഉസ്താദ് ചുരുക്കിയത് 3 ദിവസം വരണം ഇമാറാത്തിലേക്ക്. ആ 3 ദിവസമാണ് പിന്നെ 8-9 ദിവസമായി. എന്റെ സാന്നിധ്യം, എന്റെ ഒരു യാത്ര ഈ പ്രദേശത്ത് എന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിനും പ്രസ്ഥാന പ്രവർത്തകർക്കും ഒരാശ്വാസമാണ്, പ്രതീക്ഷയാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഉസ്താദ് നിന്നത്. നമുക്ക് ഏറ്റവും വലിയ മാതൃകയും മോട്ടിവേഷനും ആവേണ്ടത് അതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഉള്ള പ്രദേശത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്, ഈ മഹത്തായ കൂട്ടായ്മക്ക് വേണ്ടി അതിന് വേരോട്ടം ഉണ്ടാക്കാനും അതിലെ അംഗങ്ങളെ ചേർക്കാനും നമ്മുടെ ആശയവും ആദർശവും സന്ദേശവും നമ്മുടെ പരിസരങ്ങളിലുള്ള എത്തിക്കാവുന്നവരിലേക്കൊക്കെ എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ആ ചുമതല ഏറ്റെടുക്കുക. അവിടെ ഒരു പക്ഷേ അവിടെ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാവാം, പ്രസിഡന്റ് ഉണ്ടാവാം, സെക്രട്ടറി ഉണ്ടാവാം. നമ്മൾ പ്രസിഡന്റും അല്ല സെക്രട്ടറിയും അല്ല, ഒക്കെ വിട്ടേക്കുക. അവർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു. ഇനി ആ ദൗത്യത്തിൽ അവർ അപാകത വരുത്തുന്നുവെങ്കിൽ ബൈനഹും വ ബൈനല്ലാഹ്, എന്റെ ഉത്തരവാദിത്തം ഇതാണ്. എന്റെ ഈ സുന്ദരമായ മഹത്തരമായ ആശയം, ആ ആശയം ചുറ്റിലുള്ളവരിലേക്ക് പകരണം. മഹത്തായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും സമൂഹത്തിലേക്ക് എത്തിക്കാനും അതിലേക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരാനും, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ ഹബീബായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ പോകുന്നു. അതിനുശേഷം ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുന്നു. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. അത് മാത്രമേ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതുള്ളൂ. കഴിഞ്ഞുപോയ മഹാന്മാരും മുഴുവൻ നമ്മളെ പഠിപ്പിച്ചതും
നമ്മളോട് ആവശ്യപ്പെട്ടതും അതാണ്. നമ്മൾ ഒറ്റപ്പെടാതിരിക്കണം. ഒറ്റപ്പെട്ടാൽ ഇയ്യാക്കും അലൈക ബിൽ ജമാഅ വ ഇയ്യാക്കും വൽ ഫുർഖ. ഒരു ഹദീസിൽ വ്യക്തമായി അങ്ങനെ വന്നതാണ്. നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണേ. നേരത്തെ ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനം അതാണ്. വയ്യാക്കും വൽ ഫുർഖ, നിങ്ങൾ അകലരുത്. ചെറിയ ഒരകൽച്ചയുണ്ടായാൽ, സാധാരണ മുണ്ടി സംസാരിക്കുന്ന ലോകം പറയുന്ന ഒരാൾ ഒരു സദസ്സിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ മിണ്ടാതെ പോയാൽ, ലോകം പറയാതെ പോയാൽ, അയാൾക്ക് എന്തോ ഒരു ധാരണപ്പശക്, തെറ്റിദ്ധാരണ എന്നെ കുറിച്ചുണ്ടെന്ന് തോന്നിയിട്ട് ഇയാളും കുറച്ചകലും ഇങ്ങോട്ടും അകലും. ആ അകൽച്ച പിന്നെ കൂടി പരസ്പരം പിന്നീട് ഒരിക്കലും അടുക്കാൻ പറ്റാത്ത ഒരു അപകടകരമായ ഒരു അകൽച്ചയായി മാറും. ഇയ്യാക്കും വൽ ഫുർഖ. അങ്ങനെ നമ്മൾ മാറി നിന്നാൽ സ്വാഭാവികമായും മാറി നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ട്. ഒറ്റക്ക് പോകുന്ന ആളുടെ കൂടെയാണ് ഏറ്റവും അടുത്ത സുഹൃത്തായി പിശാച് ഉണ്ടാവുക. വഹുവ മിനൽ ഇസ്നൈനി അബ്അദു. രണ്ടാളാണ് പോകുന്നതെങ്കിൽ പിശാച് ഒരു അകലം പാലിക്കും. ആളുകളുടെ ജമാഅത്തിലെ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ആത്മീയമായ പ്രതിരോധ ശേഷി കൂടും. ആ പ്രതിരോധ ശേഷി കൂടുമ്പോൾ പിശാച് ഒരുപാട് അകന്നു പോകും. അതാണ് ആ ഹദീസിലെ വ്യക്തമായ ആശയം. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിയോജിപ്പുകളോ ഉണ്ടെങ്കിൽ പോലും ആ വിയോജിപ്പുകളെയൊക്കെ മറന്ന് യോജിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് യോജിക്കുക. ചെറിയ കാരണങ്ങളെ കൊണ്ടാണെങ്കിലും അകലാൻ ശ്രമിക്കാതിരിക്കുക. ഒപ്പം നിന്നാൽ ഒരുമിച്ച് അങ്ങനെ ഒരുപാട് പോകാം. തമിഴില് പ്രസിദ്ധമായ ഒരു വാചകം പറയാറുണ്ട്. ആ വാചകത്തിന്റെ ആശയം ഇതാണ്: ഒരു സ്ഥലത്തേക്ക് ഒരു പോയിന്റിലേക്ക് നോക്കി നിന്നാൽ കുറെ സമയം ആ പോയിന്റ് കാണാം. പാത്തിട്ടേ ഇരുന്നാലേ എപ്പോമേ പാക്ക മുടി. നമ്മളൊരു ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുമ്പോ അതിനെങ്ങനെ നോക്കിയിരുന്നാല് കുറെ സമയം ആ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം അല്ലെ. എന്തോ ഒരു കാര്യത്തിനൊന്ന് കണ്ണു തെറ്റിയിട്ട് പിന്നെ ആ ഫ്ലൈറ്റ് നോക്കിയാല് പിന്നെ അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല അല്ലേ. പരീക്ഷിച്ചു നോക്കണ്ടി. നാളെ വെറുതെ എയർപോർട്ടിന്റെ പരിസരത്ത് കൂടെ ഒക്കെ പോകുമ്പോ അങ്ങനെ തല ഇങ്ങനെ താത്തിപ്പോയാലൊന്നും കാണൂല. മേലക്കോ തല ഉയർത്തി നിൽക്കണം. അതിന്റെ കൂടെ ഇങ്ങനെ നിന്നാൽ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവാം. എന്തെങ്കിലും ചെറിയൊരു ചൊറിച്ചിലുണ്ടായിട്ട് മാറി നിന്നാല് നമുക്ക് മാറി നിന്ന് അങ്ങനെ ചൊറിയാം. ബാക്കിയുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചൊറിയന്മാരാവാതിരിക്കുക എന്നാണ് ഈ ഉപദേശത്തിൽ അല്ലെങ്കിൽ ഈ വാക്കുകൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വലിയ സന്ദേശം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുന്നതാണ്. അപ്പോ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നമുക്ക് കൂട്ടമായി ആശ്വാസം പകരാൻ കഴിയും. ആ ആശ്വാസം അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെയൊക്കെ ആശ്വാസത്തിലാണ്. അല്ലാഹു തആല നമുക്കൊക്കെ റാഹത്ത് നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നു. അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു.